ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ മഹാഭാരതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഭീമനും ദുര്യോധനനും നേർക്കുനേർ. ശല്യരുടെ മരണത്തോടെ അനാഥമായി തീർന്ന കൗരവസേനയെ ആന കരിമ്പിൻ തോട്ടത്തിൽ കടന്നതുപോലെ ഭീമസേനൻ തകർത്തു. ശകുനിയെ സഹദേവൻ കൊന്നു. ഭയന്നുപോയ ദുര്യോധനൻ യുദ്ധരംഗത്തു നിന്ന് ഓടി ദൈവായന സരസിൽ ചെന്ന് മുങ്ങിക്കിടന്നു. ദുര്യോധനനെ കൊല്ലാതെ യുദ്ധം അവസാനിക്കുകയില്ലല്ലോ. എല്ലാവരും ആ സരസിൻ്റെ തീരത്തു ചെന്നു. സൈന്യം നഷ്ടപ്പെട്ട തന്നെ ഗദായുദ്ധത്തിൽ തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന് ദുര്യോധനൻ വെല്ലുവിളിച്ചു. ദ്വന്ദ്വയുദ്ധത്തിൽ തന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിച്ചു. മറിച്ച് താനാണ് ജയിക്കുന്നതെങ്കിൽ രാജ്യം തനിക്ക് ഭീമൻ വെല്ലുവിളി ഏറ്റെടുത്തു. ഗദായുദ്ധത്തിൽ ഇരുവരും തുല്യരാണ്. ഈ ദ്വന്ദ്വയുദ്ധമാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ അന്തിമഫലം നിശ്ചയിക്കുന്നത്. ഇരുവരും ആത്മശത്രുക്കളുമാണ്. വാശിയേറിയ പോരാട്ടം നീണ്ടു. ആർക്കും ജയവും തോൽവിയുമില്ലാതെ രണ്ട് പർവ്വതങ്ങൾ ഏറ്റുമുട്ടുന്നത് പോലെ യുദ്ധമര്യാദയനുസരിച്ച് തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ ദുര്യോധനനായിരിക്കും ജയം. ഭീമൻ ശക്തനാണെങ്കിലും അഭ്യാസബലം കൂടുതൽ ദുര്യോധനനാണ്. ഭീമന് ജയിക്കണമെങ്കിൽ ദുര്യോധനൻ്റെ തുടക്കടിക്കണം. അത് യുദ്ധനിയമങ്ങൾക്ക് എതിരാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞു. അർജുനൻ വിഷമിച്ചു. തുടക്കടിക്കാൻ എങ്ങനെ വിളിച്ചു പറയും? ഒരു യുക്തി തോന്നി. തുടക്കി താളം പിടിച്ചു തുടങ്ങി. ഭീമസേനൻ അതു കണ്ടു, അർത്ഥം മനസ്സിലാക്കി. അവസരം കിട്ടിയപ്പോൾ ഭീമൻ ദുര്യോധനൻ്റെ തുടക്കടിച്ചു. ദുര്യോധനൻ പ്രതീക്ഷിക്കാത്തതാണല്ലോ. തുടയല്ലു പൊട്ടി വീണ ആ യോദ്ധാവിൻ്റെ തലയ്ക്കു തന്നെ ഭീമൻ തൊഴിച്ചു. ഈ അധർമ്മം കണ്ട് ബലരാമൻ ഭീമൻ്റെ നേർക്കു കുതിച്ചു. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി. ബലരാമൻ എന്തു ചെയ്യണമെന്നറിയാതെ ദുര്യോധനനെ പുകഴ്ത്തിക്കൊണ്ട് ദ്വാരകയിലേക്ക് തിരിച്ചു പോയി. ഹരേ കൃഷ്ണ. ഈ വീഡിയോ കഴിഞ്ഞു. അടുത്തത് യുദ്ധം കഴിഞ്ഞപ്പോൾ ആണ്. എല്ലാവർക്കും നന്ദി.